ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മുടെ പെരുന്നാൾ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, പെട്ടെന്നാണ് പെരുന്നാളാണെന്നൊക്കെ അറിഞ്ഞത് കേട്ടോ. അതുകൊണ്ട് പ്രത്യേകം ഒരുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നോമ്പായിരുന്നല്ലോ, അതിൻ്റെ കൂടെ എനിക്ക് പനിയും കൂടെ ആയി കേട്ടോ. പനിയായി കഴിഞ്ഞപ്പം പിന്നെ ഒന്നും ചെയ്യാനോ എടുക്കാനോ ഉള്ള ഇതൊന്നും പറ്റിയില്ല. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ചെറിയ രീതിയിലുള്ളൊരു പെരുന്നാളാണ് ഈ പ്രാവശ്യം നമുക്കുണ്ടായത് കേട്ടോ. ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ദോശ അപ്പമാണ് ചുട്ടത് കേട്ടോ. എനിക്ക് വേറൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് വയ്യായിരുന്നു. പിന്നെ ഇന്നലെ വൈകിട്ടായപ്പോൾ ഒന്ന് കടയിൽ പോയി. അവിടെ നിന്നപ്പോഴാണ് അറിയുന്നത് പോലും പെരുന്നാളാണെന്ന് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകം ഒന്നും കരുതാൻ പറ്റിയില്ല. പനി കാരണം ഇന്നലെ എണീക്കാൻ വയ്യാതെ കിടക്കുമായിരുന്നു. അതിൻ്റെ കൂടെ നോമ്പുമായിരുന്നു. അങ്ങനെ ചെറിയ പെരുന്നാൾ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ദോശ, ഇതിനടിയിലോട്ട് അപ്പം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ നൈറ്റ് തന്നെ 1 മണി കഴിഞ്ഞ് കേട്ടോ. അപ്പോഴാണ് ഞാൻ പിന്നെ ബീഫ് ഒന്ന് കറി വെച്ചിട്ടൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നലെ കിടന്നപ്പം തന്നെ 2 മണിയായി. പിന്നെ 5 മണിക്ക് ചാടി എണീറ്റ് അത് കഴിഞ്ഞ് ഇതും ഉണ്ടാക്കി വെച്ച്. ഇനി നമുക്ക് 2-3 പേർക്ക് കാപ്പി കൊടുക്കാനുണ്ട്. ഞാൻ അതിന് ഉള്ള പരിപാടിയൊക്കെ പൊതിഞ്ഞൊക്കെ വെക്കട്ടെ കേട്ടോ. അന്നേരം എൻ്റെ പെരുന്നാൾ ഇതൊക്കെയാണ് കേട്ടോ. അല്ലാതെ വലിയ രീതിയിലുള്ള പെരുന്നാൾ ആഘോഷമൊന്നുമില്ല. ഇന്നത്തെ പെരുന്നാൾ ആഘോഷം എന്തൊക്കെയാണെന്ന് ഇനി കാണിക്കാം കേട്ടോ. കാപ്പി നമുക്ക് 1-2 പേർക്ക് കൊടുത്തു വിടാനുണ്ട്. ഒരു കൂട്ടം കൊടുത്തു എങ്കിലും ഇത് നമ്മളെ അപ്പവും ദോശയുണ്ട്. ഇതിനകത്ത് ബീഫ് കറിയുണ്ട്. ഇതിനകത്തും അതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഓരോ കവർ മിക്സറും പഴവും കൂടെ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മൾ പെരുന്നാൾ കൊള്ളുമ്പോൾ നമുക്ക് അയലത്തുള്ള വേണ്ടപ്പെട്ടവർക്കൂടെ നമ്മൾ കൊടുക്കണമല്ലോ. അതാണിത്. അപ്പം ശരി, അങ്ങനെ ഞാൻ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മോൻ പള്ളിയിൽ പോയേക്കുന്നു. വന്നിട്ടേ ഇത് കൊടുത്തു വിടാൻ പറ്റത്തുള്ളൂ. ഇച്ചിരി ദൂരെ പോകണം കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് പോകണം. അന്നേരം കൊടുത്തു വിടാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചേക്കുന്നു. ഇനി മോൻ പള്ളിയിൽ പോയിട്ട് വരട്ടെ. പിന്നെ എല്ലാവരും പെരുന്നാളൊക്കെയാണ്, എല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഇടയ്ക്ക് ഉണ്ടോ ലക്കി ഞാൻ രാവിലെ കുളിപ്പിച്ച് വിട്ടായിരുന്നു കേട്ടോ. കുളിപ്പിച്ച് സുന്ദരിയാക്കിയതാണ്. പക്ഷേ മണ്ണിൽ പോയി കിടന്ന് ഉരുണ്ട് അഴുക്കാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്വരമൊക്കെ ഒരുമാതിരി ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പനിയായിരുന്നു. പിന്നെ അലർജി ഉണ്ട് എനിക്ക്. അതിൻ്റെ തുമ്മലും ജലദോഷം. അൽഹംദുലില്ലാഹ് അതൊക്കെയാണ് കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മുടെ പെരുന്നാളല്ലേ. പിന്നെ ഒന്നും ഒതുക്കിയിട്ടില്ല. കിച്ചണി എല്ലാം വാരി വലിച്ച് കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഇനിയൊന്ന് ഒതുക്കണം. എന്നിട്ട് ഊണ് കഴിക്കാൻ വീട്ടിൽ പോകണം. ഇടയ്ക്ക് കണ്ടോ ലക്കി കഴുകി കിട്ടുന്ന മൊത്തവും വാരിയും ഇങ്ങനെ ലക്കി പറഞ്ഞാൽ കേൾക്കത്തേ ഇല്ല. ഇപ്പം എങ്ങോട്ട് പോയെന്ന് ഞാൻ കണ്ടില്ല. എന്ത് ഇങ്ങനെ കിടക്കുന്നേ? എന്നാ ഇനീട്ട് വാ ഇങ്ങോട്ട്. വാപ്പാ ഇനീക്കത്തില്ലേ? ഇങ്ങോട്ട് ഇനീറ്റ് വരാനൊന്ന്. അപ്പം ഇങ്ങോട്ടൊന്ന് ഇനീറ്റ്. ഞാനെങ്ങനെ വീട്ടിൽ വന്നു വെച്ചോ. ഊണ് ഇവിടാണ് കേട്ടോ, വീട്ടിലാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാനും ഉമ്മയുടെ ഇവിടെ ഇരിക്കുന്ന വീഡിയോ ഒന്ന് എടുക്കാമെന്ന്. അതെ, അത് ഞങ്ങൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഇതാണ് എൻ്റെ ഉമ്മ. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇച്ചിരി ഉറക്കെ പറയുമ്മ. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഞങ്ങൾ കഴിക്കാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരും വരണം. ഇങ്ങോട്ട് വാടാ. ടാറ്റ കാണിച്ചോണ്ടിരിക്കും. എന്താ പെരുന്നാളൊക്കെ ഇടംബരായി? പെരുന്നാളൊക്കെ നമുക്ക് ഉച്ചവരെയൊക്കെ ഉച്ചയ്ക്ക് ഊണ് കാലമാകുമ്പോൾ ചോറൊക്കെ കഴിക്കണം. കുടുംബത്താ ചോറൊക്കെ. ചേട്ടത്തി, രണ്ടാമത്തെ ചേട്ടത്തിയുടെ വീട്ടിലാണ് ഉമ്മായും പാപ്പായും. അപ്പോൾ അവിടെ വെച്ചാൽ ഞങ്ങളെല്ലാവരും പെരുന്നാൾ കൊള്ളുന്നത്. പിന്നെ കാപ്പിയൊക്കെ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ തീയൊക്കെ കത്തിച്ച് ഞങ്ങൾ ഇറച്ചിക്കറിയൊക്കെ വെച്ച് എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ അടുത്ത് 3-4 വീടൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ എല്ലാം കാപ്പി, ആ വീടുകളിലെല്ലാം കാപ്പിയൊക്കെ കൊടുത്ത് അവർ സന്തോഷം നമുക്ക്. ഓണം അപ്പോൾ നമ്മളൊക്കെ അവരുടെ വീട്ടിൽ പോയി ഓണം ഉത്സവമൊക്കെ വന്നാൽ അവർ നമുക്ക് ഇഷ്ടം പോലെ അങ്ങനെ
അങ്ങോട്ടും ഇങ്ങോട്ടും മതസൗഹാർദ്ദം. അവിടെ ഇന്ന് വരെ ചേച്ചിമാരും ഞങ്ങളും എല്ലാവരും നല്ല സ്നേഹമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോഴും ഉള്ള ബന്ധമല്ല കേട്ടോ, നമ്മൾ കുഞ്ഞിലേ അങ്ങനെ തന്നെ വലിയ ഞങ്ങളെയൊക്കെ എടുത്ത് വളർത്തിയവരവരെ പറവൂന നമ്മളങ്ങനെ ഞങ്ങൾ അറിയാറായിടം തൊട്ട് തന്നെ ഇവിടെ താമസമായിടം തൊട്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അവിടെ ഉത്സവമായാലും ഓണം വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും. പെരുന്നാളാകുമ്പോൾ അവർ ഇങ്ങോട്ട് പെരുന്നാളാവും, വലിയ പെരുന്നാളിനായാലും ചെറിയ പെരുന്നാളും ഇവിടെ അവർ വരുന്നത് കാപ്പി കൊണ്ട് കൊടുക്കും. ഉച്ചയ്ക്ക് വന്ന് ഇവിടെ വന്ന് ഫുഡുകളെല്ലാം കഴിക്കും. അങ്ങനെ ഞങ്ങൾ നല്ല ഒരു സ്നേഹബന്ധത്തിലാണ് ഞങ്ങൾ ഇതുവരെ ഇവിടെ നമുക്ക് ജാതി മതവും അങ്ങനെയൊന്നും നമ്മളെല്ലാവരും ഒരുപോലെ വേണം എന്നാണ്. പിന്നെ പിന്നെ ചെറിയ പെരുന്നാൾ ഞങ്ങളെല്ലാം ഭക്ഷണങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ചേച്ചിമാർ ബിരിയാണി കഴിക്കത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ സദ്യയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പായസം ഇല്ല, നമ്മളല്ലാതെ ചേച്ചിമാർക്ക് ബിരിയാണിയോ നെച്ചോറോ അതൊന്നും ചേച്ചിമാർക്ക് ഇഷ്ടമല്ല. ഉച്ചയ്ക്ക് നമുക്ക് ബിരിയാണി എടുക്കണം. സദ്യ അതുകൊണ്ട് ഞങ്ങൾ സദ്യയാണ് ഉണ്ടാക്കിയത്. മോരുകറി ഉണ്ടാക്കി, പിന്നെ പരിപ്പ്, സാമ്പാർ, പിന്നെ അവിയൽ, തോരൻ, കിച്ചടി, പിന്നെ ഇഞ്ചിക്കറി, മാങ്ങ അച്ചാറ്, നാരങ്ങ. ഞങ്ങളുടെ ഉമ്മയുടെ പിന്നെ ഇഞ്ചിക്കറി ഉണ്ടല്ലോ, ഇഞ്ചി ഇങ്ങനെ തൊട്ട് കൂട്ടുന്നത് പോലത്തെ സൂപ്പറാ ഗൈ, സൂപ്പർ. അത് കൂട്ടി നോക്കണം, അപ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഞാൻ വെച്ചതാണ് ഇഞ്ചിക്കറി. ആ ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ അപ്പുറത്ത് വരുന്ന ആ പിള്ളേർക്കും ഇഷ്ടപ്പെട്ടിരിക്കും. പിന്നെ ഞങ്ങളുടെ ഉമ്മയുടെ ഒരു പിന്നെ എന്തുവാ മാങ്ങ വെച്ചുള്ള ചമ്മന്തി ഉണ്ട്, സൂപ്പറാ ഗൈസ്. അതൊക്കെ ഒന്ന് കൂട്ടി നോക്കണം, അപ്പോഴേ അറിയാം. നമുക്കതൊക്കെ ഒരു ദിവസം എടുത്ത് ഒരു ദിവസം ആവട്ടെ അത് ചെയ്ത് നമുക്കത് ഒരു ദിവസം ഒന്ന് വീഡിയോ എടുക്കാം. ആശിനെന്തേ? ആശാണ്ട് എൻ്റെ മോള ആശിന ഇപ്പൊ ഡിഗ്രി ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ആളുണ്ടല്ലോ, ഡിഗ്രി തേർഡ് ഇയർ ആണ് കേട്ടോ. ഞങ്ങള് വേറെ പഠിക്കാൻ വിടാനിരിക്കുകയാണ്. ജോലി കിട്ടിയിട്ടേ കല്യാണം നടത്തത്തുള്ളൂ. അതുവരെ ഞങ്ങൾ കല്യാണം നോക്കുന്നില്ല. ഈ സാധനത്തിനാണ് ജോലി കിട്ടിയിട്ട് മാരേജ് മതി എന്ന് പറയുന്ന സാധനം. സ്വന്തം കാലിൽ നിൽക്കട്ടെ പെൺപിള്ളേരെല്ലാരും. ഞങ്ങളൊരു മോനുണ്ട്, അവന് ഞങ്ങൾ പിള്ളേരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണേ. ഇവിടെ നമ്മളിവിടെ നല്ല വൈബാണ്. പെൺപിള്ളേരെ ഇസ്ലാമിയത്തും ഈ ഭാഗത്തും ഒക്കെ ഉള്ള നല്ല പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് അറിയിക്കണം. നമുക്ക് പറ്റുന്ന നല്ല പിള്ളേരുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അങ്ങനുമായിട്ടൊക്കെ നമുക്കൊന്ന് ബന്ധം കൂടാം ഗൈസ്. ബാ, അതുകൊണ്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഇത്ര കറക്റ്റായിട്ട് കിട്ടും. ഞാൻ അങ്ങനെ വാക്കത്ത് വെച്ച് ഞാൻ കാണിച്ചു കൊടുത്തേ. കയ്യെത്തുവോ? കിലോ തന്നെ അവളെ അടുപ്പിച്ചിടി ചേച്ചി. രഞ്ജു തിന്നുന്നേ? എന്ത് തിന്നുന്നേ കുഞ്ഞാപ്പു? എന്ത് തിന്നുന്നേ? അവർക്ക് പപ്പടമൊക്കെ
ആദ്യം ആര് തിന്നുന്നില്ല ബാബുവാണ് അമ്മ ഉണ്ട് ചോറിനുണ്ട് തിന്നാനും സമ്മതിക്കൂലല്ലോ ഇവിടെ എന്നെ ചതച്ചതാ അതിനകത്താ കതില കതില കണ്ടു വെച്ചാ എന്തോ വീഡിയോ വെച്ച് ഒന്നിച്ച് ചതച്ചാ എനിക്ക് അതൊക്കെ